ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെങ്കിലും പാലക്കാട്ടെ MLA ഓഫീസ് തുറന്നു. ഇന്നലെ വൈകിട്ടോടെ പൊട്ടിയ ഓഫീസാണ് ഇന്ന് തുറന്നത്. ഇതിനിടെ രാഹുലിന്റെ 2 നമ്പറുകളും ഓണായിട്ടുണ്ട്. അതേസമയം തന്നെ രാഹുൽ സംസ്ഥാനം വിട്ടതായാണ് സൂചന. സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടക്കുകയാണ്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇന്നലെ വൈകിട്ടോടെ 2 പ്രാവശ്യമാണ് ഈ രാഹുലിന്റെ ഫോൺ ഓണായത്. 2 ഒന്ന് ഫേസ്ബുക്കിലൂടെയുള്ള പോസ്റ്റ്, 2 ഇൻസ്റ്റയിലൂടെയുള്ള പോസ്റ്റ്, പിന്നീട് നിശ്ചലമാവുകയായിരുന്നു. ഇത് വീണ്ടും ഓണായിരിക്കുന്നു. ഒപ്പം ഇന്നലെ വൈകിട്ടോടെ പൂട്ടിയ MLA ഓഫീസും തുറന്നിരിക്കുകയാണ്. അവിടെ പ്രവർത്തകരുണ്ടോ? അവിടത്തേക്ക് ഇന്നും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണോ തീരുമാനവും? തീർച്ചയായിട്ടും ഈ രാഹുൽ ഇപ്പോൾ കേരളം വിട്ടോ എന്നുള്ള കാര്യം സംശയം ഉയരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ രാഹുലിൻ്റെ ഫോണാണെങ്കിൽ പലപ്പോഴും ഓണാവുന്നു, ഓഫാവുന്നു. ഈ ഫോണ് മലയാളത്തിൽ തന്നെയാണ് അതിൽ ഈ സർവീസ് പ്രൊവൈഡർ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫോണ് ആരെങ്കിലും ഏൽപ്പിച്ച്, പാലക്കാടോ കേരളത്തിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മുങ്ങിയതാണോ, അതോ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടോ, കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് മുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഏതായാലും വൈകിട്ടൊരു 5 മണിക്ക് 5:50 കണ്ണാടിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന രാഹുൽ അവിടെ നിന്നും പാലക്കാട് നഗരത്തിലേക്ക് വന്ന് പിന്നീടാണ് രാഹുലിൻ്റെ ഫോണ് ഓഫായത്. രാഹുലിൻ്റെ കൂടെയുള്ള ആളുകളുടെയൊക്കെ ഫോൺ ഓഫാവുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഒരു 7:30 ശേഷം ഫോണ് ഓണായി, 2 ഫോണുകളും ഓണായി. പിന്നീട് അത് വീണ്ടും സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യമാണ്. MLA ഓഫീസാണെങ്കിൽ ഈ സംഭവത്തിന് ശേഷം MLA ഓഫീസ് പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ MLA ഓഫീസ് തുറന്നിട്ടുണ്ട്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ എങ്ങോട്ടാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. പാലക്കാട് തന്നെ ഉണ്ടോ എന്നുള്ള സംശയവും ബലപ്പെടുന്ന ഒരു സ്ഥിതിയും നിലവിലുണ്ട് എന്നുള്ളതാണ്. അരുൺ, ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഉച്ചയോടെ പരാതി നൽകുന്നു. പക്ഷേ ഇത്രയും സമയമായി ഇതുവരെയും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് സ്വാഭാവികമായും രാഹുൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തുനിന്നായാലും ചെന്നിത്തലയുടെയും മുരളീധരൻ്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടാകുന്നുണ്ടോ? ഈ സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വിട്ടു എന്നുള്ള സൂചനകൾ ലഭ്യമാകുമ്പോൾ പോലീസിൻ്റെ ഒരു മെല്ലെപ്പോക്ക് രാഹുലിനെ സഹായകരമാകുന്നു എന്ന വിമർശനം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരേഷ്, അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട BJP നേതാക്കളായ C കൃഷ്ണകുമാറും അതുപോലെ തന്നെ പ്രശാന്ത് ശിവനും ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിലൊരു മെല്ലെപ്പോക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിക്കുന്നു. ഒരു നിയമസഭാ സാമാജികനായ വ്യക്തിക്ക് നേരെയാണ് പരാതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അസാധാരണ കേസായി പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഇതിൽ നടപടികൾ എടുക്കുകയായിരുന്നു സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക വേണ്ടിയിരുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് മറ്റ് നടപടികൾ ഉണ്ടായെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, രാഹുലിനാണെങ്കിൽ ഇനിയിപ്പോൾ കേരളം വിടുന്നതിനോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും മുങ്ങുന്നതിനൊക്കെ വേണ്ടുവോളം വേണ്ട ഒരു സാവകാശം നൽകുന്ന തരത്തിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ എന്നുള്ള വിമർശനം ഏതായാലും ഇതിനോടകം തന്നെ ഉയരുന്ന ഒരു സ്ഥിതി പൊതുവെ ഉണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ, രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതും BJP അല്പസമയം മുൻപ് വ്യക്തമാക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം തുടരുക തന്നെയാണ്. അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കൾ, നേരത്തെ നമ്മൾ ഓരോ ആളുകളുടെയും പ്രതികരണങ്ങൾ കണ്ടു. ഓരോ കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ നിരന്തരം ന്യായീകരിച്ച് വെള്ളപൂശുന്ന നടപടികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന അവരുടെ ഒരു ടാക്ടിക്സ് എന്നുള്ളത്, അതായത് പ്രധാനമായിട്ടും ഈ സ്വർണ്ണക്കൊള്ള വിഷയം പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ വിഷയത്തെ മുക്കുക അല്ലെങ്കിൽ രാഹുലിൻ്റെ വിഷയത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ സ്വർണ്ണക്കൊള്ള ഒരു വശത്ത് അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും മറ്റുമൊക്കെ SITയുടെ അന്വേഷണവും ഒക്കെ പുരോഗമിക്കുമ്പോൾ, മറുവശത്ത് അതുപോലെ മറ്റൊരു പ്രാധാന്യമുള്ള വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഒന്നിനെ പറഞ്ഞ് മറ്റൊന്നിനെ വെള്ളപൂശുകയും ന്യായീകരിക്കുകയും
വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ മുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിലും അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം എന്നുള്ളത് അതിജീവിതയൊക്കെ വളരെ മോശമായ രീതിയിൽ പറയുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പാലക്കാട് മാധ്യമങ്ങളെ കണ്ട വി.കെ. ശ്രീകണ്ഠൻ MP ആണെങ്കിലും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട DCC പ്രസിഡന്റ് തങ്കപ്പനാണെങ്കിലും ഒക്കെ അതിജീവിതയെ ആ ഓഡിയോ സന്ദേശമൊക്കെ നല്ല കൃത്യമായതാണോ എന്നുള്ളത് ഫോറൻസിക് പരിശോധന നടത്തട്ടെ എന്നൊക്കെ തരത്തിലായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ MP-യുടെ പ്രതികരണമായിട്ട് ഉണ്ടായിരുന്നത്. ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും വി.കെ. ശ്രീകണ്ഠൻ ഒരു ഭാഗത്ത് ചെയ്തു. അതേസമയം മറുവശത്ത് DCC പ്രസിഡന്റായ തങ്കപ്പൻ ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇത്രയും ദിവസം പരാതിയുമായി രംഗത്ത് വന്നില്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് ഈ സമയത്ത് പരാതിയുമായി വന്നത് എന്നൊക്കെ തരത്തിൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ പോലും ഗൗനിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ഈ കഴിഞ്ഞ ദിവസവും പുറത്തു വന്ന വിവരങ്ങൾ എന്നുള്ളത് ഈ അതിജീവിത പോലീസിന് മൊഴി നൽകുന്ന സമയത്ത് അവർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് അത്രത്തോളം അവർ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വശത്ത് രാഹുലിനെ ന്യായീകരിക്കുന്നു, മറുവശത്ത് അതിജീവിതയെ അപമാനിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സ്വർണ്ണക്കൊള്ള പറഞ്ഞുകൊണ്ട് രാഹുൽ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതും അവർ പടിപ്പെട്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്.